KSU നേതാക്കളും ഗുണ്ടകളും SFIക്കാരെ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ പുറത്തു വന്നത് മുതൽ എല്ലായിടത്തും അതാണ് ചർച്ച. വാട്സാപ്പ് ഗ്രൂപ്പുകളിലും FB ഗ്രൂപ്പുകളിലൊക്കെ അത് മാത്രമാണ് ചർച്ച. പ്രത്യേകിച്ച് മുൻപ് SFIയിൽ പ്രവർത്തിച്ചിരുന്നവർക്കിടയിൽ. ലോകത്തിൻ്റെ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങൾ പ്രായഭേദങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ ആശങ്കയോടെ പരസ്പരം അന്വേഷിക്കുന്നത് അടിയേറ്റ SFIക്കാരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചാണ്. അതിനുശേഷം ഇത്തിരി ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അവന്മാരെ കൈ കിട്ടിയോ എന്നാണ്. ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ പോലുമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് ആത്മാർത്ഥമായ വേദനയാൽ മനുഷ്യൻ അസ്വസ്ഥപ്പെടുന്നതിൻ്റെ കാരണം രക്തബന്ധങ്ങളെക്കാൾ തീവ്രമായ സ്നേഹം സിരകളിലേക്ക് പ്രസരിപ്പിച്ച ഇവരെയൊക്കെ ഒന്നിപ്പിച്ച ആ മൂന്നക്ഷരങ്ങൾ കാരണമായിരിക്കാം. 60 പിന്നിട്ട മനുഷ്യനെയും ഒരു കൗമാരക്കാരൻ്റെ ആവേശത്തോടു കൂടി അടിച്ചവനെ തിരിച്ചടിക്കണം എന്ന് പറയിപ്പിക്കുന്ന ആ മൂന്നക്ഷരങ്ങൾ. അറിയപ്പെടാത്ത മനുഷ്യരുമായി നീ എനിക്ക് സാഹോദര്യം നൽകി, ജീവിച്ചിരിക്കുന്ന എല്ലാറ്റിലുമുള്ള കരുത്തു മുഴുവൻ നീ എനിക്ക് നൽകിയെന്ന് നെരൂദ പറഞ്ഞത് നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഒരുമിക്കുന്ന ആ SFIക്കാരിൽ കാണാൻ കഴിയുന്നു. ഈ അടിയോടുകൂടി സാഹചര്യങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തായി പോയ ആ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ ഒരുമിപ്പിക്കുകയായിരുന്നു. സൈബർ ലോകത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആലസ്യത്തിലായിരുന്ന ആ മനുഷ്യരുടെ കൂട്ടത്തെ ഒരുമിപ്പിച്ചത് ആ KSU അക്രമമായിരുന്നു. വലിയ തെറ്റായിപ്പോയി KSUക്കാരെ നിങ്ങൾ ചെയ്തത്. ഇപ്പോൾ തന്നെ ചവറ്റുകുട്ടയിലുള്ള KSUവിനെ പിള്ളേർ കോളേജിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ വൈകാതെ പുറത്താക്കും, ഒരു സംശയവും വേണ്ട.